ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സീസണൽ ഭക്ഷണമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ചക്കയുടെ കാലം, മാങ്ങയുടെ കാലം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. പ്ലസ് മീൻ മാർക്കറ്റിൽ ചെന്നാൽ അത്യാവശ്യം മീനൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ സീസൺ മീൻ എന്ന് പറഞ്ഞാൽ ചൂരയുടെ കുട്ടി സൈസിലുള്ളത് അത്. ഇതിനൊരു പ്രത്യേക പേരിലാണ് പറയുന്നത്, പൊള്ളി അങ്ങനെ പൊള്ളിയത് അങ്ങനെ. അതിനെങ്ങനെ ഞാനന്ന് മാർക്കറ്റിൽ പോയപ്പോൾ കാണിച്ചില്ലേ, അത് തന്നെ. അപ്പോൾ അന്ന് കുറച്ച് മേടിച്ചു, അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും മേടിച്ചു. അപ്പോൾ അന്ന് വെച്ച് ഒരു പാറ്റേണിൽ ഞാൻ ഉണ്ടാക്കി. അത് പക്ഷേ ഞാൻ ആരെയും കാണിച്ചില്ലായിരുന്നു, നമ്മളത് ഷൂട്ട് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ ഇത് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ഇന്ന് ഞാൻ ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതേ നോക്കിക്കോളൂ, ഇത് സ്റ്റഫ് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. സ്റ്റഫ്ഡ് ഫ്രൈ ആണ്, പൊള്ളിച്ചെടുക്കുന്ന പോലെ. മീനിൻ്റെ മുള്ളിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ പിളർന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് സ്റ്റഫ് ചെയ്യാൻ പറ്റും. ചെറിയ സൈസ് ചൂരയാണ്. ഒരു 10-15 ചെറിയ ഉള്ളി, എരിവിനനുസരിച്ച് 3-4 പച്ചമുളക്, പിന്നെന്താ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കിയിട്ടുണ്ട്. പ്ലസ് ഒരു 3-5 ചെറിയ അല്ലിയാണ് കേട്ടോ വെളുത്തുള്ളി. അത് കാരണം അങ്ങനെ വലുതാണെങ്കിൽ ഒരു 3-4 ആയിക്കോട്ടെ. കുറച്ച് കറിവേപ്പില, ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം, 1/4 ടീസ്പൂൺ. ഇച്ചിരി ഉപ്പും കൂടി ആകാം, ഇച്ചിരി ഉപ്പും ചേർത്തു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ചെറിയൊരു സ്റ്റഫിങ് ഒന്ന് ചതച്ചെടുക്കാം. ഈ രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലെല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഒരു ചമ്മന്തി പോലെ ആയില്ലേ. ഇത് തേങ്ങ ഇല്ലാണ്ടും ചെയ്യാം കേട്ടോ, ഐതറോ. എനിക്ക് പക്ഷേ തേങ്ങ ഇട്ട് ചെയ്തപ്പോൾ ഇഷ്ടമായി. ഇനി ഇത് സ്റ്റഫിങ് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൽ ഉപ്പും എല്ലാ ആവശ്യത്തിനും ഉണ്ടല്ലോ. കുറച്ച് വണ്ണം വയ്ക്കും, അതിൻ്റെ വയറൊക്കെ പുറത്ത് വരുന്നുണ്ടോ. വിത്ത് സ്റ്റഫിങ് 2 സൈഡിലും നിറച്ച് വയ്ക്കും. അതുപോലെ രണ്ടാമത്തെ മീനിലും അങ്ങനെ വയറ് തുറന്നായിരിക്കുന്നു ഇപ്പോൾ. 2 സൈഡ്സ്. മൂന്നാമത്തെ ആളിനെയും സ്റ്റഫ് ചെയ്യാം. ഇത് വറുത്തെടുക്കുന്നതാണ് ടാസ്ക്. ഓക്കെ, ഇനി ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ അരിയും, കുറച്ച് മുളക് പൊടി, ഓക്കെ, 1 ടേബിൾ സ്പൂൺ, ഇച്ചിരി ഉപ്പ്, ചെറിയൊരു പേസ്റ്റാക്കി എടുക്കാം. ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് മുളക് പേസ്റ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. സ്റ്റഫിങ് എങ്ങനെ തന്നെ ഇരിക്കട്ടെ, അങ്ങോട്ട് വയ്ക്കാം. ആക്ച്വലി ഇങ്ങനെ മുളകിൻ്റെ മസാലയൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഒരു മീനിൻ്റെ ടേസ്റ്റ് കറക്റ്റ് അറിയാനായിട്ട് അകത്ത് സ്റ്റഫിങ്ങും വെച്ചിട്ട് ആ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ആ ഒരു സ്വാദും മീനും കൂടിയാണ് വരേണ്ടത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ലാവിഷ്. ഇതിൽ കിടന്ന് പുള്ളി വരണം. കറിവേപ്പില ഇരിക്കട്ടെ എക്സ്ട്രാ. മീനിൻ്റേതായ ഒരു സ്വാദ് നമുക്ക് അറിയണം, കാണുന്നുണ്ടല്ലോ. ആഹാ, വെളിച്ചെണ്ണയിലോട്ട് അങ്ങോട്ട് ഇടുമ്പോൾ എന്താ വേണം. തീ എളുപ്പം ഒന്ന് കുറച്ചിട്ട് പാത്രം ഒന്ന് അടച്ചു. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാനെല്ലാം നമ്മൾ പാത്രം അടച്ചിട്ടിട്ടാണല്ലോ ചെയ്യുന്നത്. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എത്തി. ഹായ് പറയൂ. ഹലോ ഹലോ. ദിസ് ഈസ് ഫിഷ്. വാവ്, മീൻ. യമ്മി ഫിഷ്. മീൻ എന്താ പറയുന്നത്? മീൻ, ഫിഷ്. യമ്മി യമ്മി യമ്മി. What? അപ്പ. ഓക്കെ, പാചകം മാത്രമേ ഉള്ളൂ, കഴിക്കില്ല ഫിഷ്. അങ്ങനെ നൈസ്. സ്പൈസി? നോ. യമ്മി യമ്മി. ഓക്കെ, ഇവിടെ നിൽക്കുമോ? Boat. We are going in a boat. Mama boat. Okay. For boat ne kuriche kero. Boat. Okay. Pudu boat. Okay. We are going in a boat. Okay. Let's go in a boat. Where are the? സൂക്ഷിച്ച
തിരിച്ചിടുക. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട്, ഉള്ളിലേക്ക് നന്നായിട്ട് വെന്തിട്ട് നമുക്ക് തീ അല്പം കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇത് വീണ്ടും ഞാൻ അടച്ചിടും. ഓക്കെ, അത് പൊള്ളിച്ചെടുക്കുന്ന പോലെ എടുക്കാം. വാഴയില ഇല്ലാന്നേ ഉള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അകത്തെ ഉള്ളിലെ സ്റ്റഫിങ്ങും കൂടി ചേർന്ന് വരുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റാണ്. ഇപ്പോൾ 2 സൈഡ് ഞാൻ അടച്ചിട്ട് വേവിച്ചു. എന്നിട്ടിപ്പോൾ ഒന്ന് തിരിച്ചിടും. കുറച്ച് തീ കൂട്ടി കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ. ഇനി കുറച്ചുകൂടി ഒന്ന് മൊരിച്ചെടുക്കാം 2 സൈഡ്. എന്നിട്ട് ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ ഇങ്ങനെ പുറത്തോട്ട് പോവുകയാണെങ്കിൽ അതിങ്ങനെ എടുത്തതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അങ്ങനെ പോവില്ല എങ്കിലും ആ മസാലയും കൂടി ചേർന്ന് വരുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുകയുള്ളൂ. ഓയിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്താ മണം! ഒരു എക്സോട്ടിക് ഡിഷായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചൂരക്കുട്ടി. So the fish is ready. അതിനകത്ത് പണ്ടും ഒക്കെ ആയിട്ട് സെറ്റ്. സംഭവം സെറ്റ്. ഇനി ഇത് എണ്ണയിൽ തന്നെ ബാക്കിയിരിക്കുന്ന ഫിഷ് അങ്ങോട്ട് വറുത്തെടുക്കാം. ഒരാളുടെ വാല് ഒടിഞ്ഞു പോയി ഞാൻ എടുത്തപ്പോൾ. അപ്പോൾ ബാക്കിയിരുന്ന മസാലയുടെ കൂടെ ഞാൻ കുറച്ചുകൂടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറിയ ഉള്ളി ചതച്ചതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും കാര്യം ചേർത്തു. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഒരു മസാല ആക്കിയെടുക്കുന്നു. ഇത് ബാക്കി കുറച്ച് എന്താ പറയുക, നമ്മുടെ ആ ചൂരയുടെ കുട്ടി ചൂര കണ്ടല്ലോ, അത് പൊള്ളി അങ്ങനെ എന്തുകൊണ്ടാണ് അതിന് പേടിച്ചത്. ഇതിൻ്റെ സീസൺ. അപ്പോൾ അതിനെ ഒന്ന് ഈ മസാലയിൽ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇത് വെറുതെ ഫ്രൈ ചെയ്യാം, പുരട്ടി വയ്ക്കാം. കുറച്ച് നേരം മാരിനേറ്റഡായി ഇരിക്കുമല്ലോ. പിടിച്ച് കഴിഞ്ഞിട്ട് വറുത്തെടുക്കാം. ഷാലോ ഫ്രൈ എഗെയിൻ. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു. കുറച്ച് കറിവേപ്പിലയിടാം. ഓക്കെ, മറ്റേ നേരത്തെ പൊള്ളിച്ച മീനിൻ്റെ മസാല അതിലിങ്ങനെ കുറച്ചിങ്ങനെ മുരിഞ്ഞ് കിടക്കുന്ന ഫിഷ്. ഓക്കെ, ഇതും ഒന്ന് ചെറിയ തീയിലിട്ട് അടച്ചിട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ തിരിച്ചു മറിച്ചിട്ട് മുരിച്ചെടുക്കാം. അങ്ങനെ ചൂര ഫ്രൈയും റെഡി. ഓക്കെ, നമുക്കൊരു ചക്ക എരിശ്ശേരി ആയാലോ? യെസ്, ചക്കയും ഉണ്ട്. അപ്പോൾ നമ്മുടെ ചക്ക കിട്ടിയിട്ടുണ്ടല്ലോ. എരിശ്ശേരിക്ക് ഇങ്ങനെ വട്ടത്തിന് പുഴുക്ക് വയ്ക്കാൻ വേണമെങ്കിൽ, പക്ഷേ ഞാൻ എരിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 10-25 എണ്ണം എടുക്കുക, ആവശ്യാനുസരണം. അതിൻ്റെ ചവണി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാറ്റി, കുരു മാറ്റിയിട്ടുണ്ട്. സെപ്പറേറ്റഡ് ഇങ്ങനെ മുറിച്ചെടുക്കാം. ചക്ക പീസുകളെല്ലാം ഞാൻ ചട്ടിയിലേക്കാക്കി ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പ് എല്ലാം കൂടി ചേർത്ത് വേവിക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. വേഗത്തെ വെന്തൊന്ന് അമങ്ങണം. ഓക്കെ, തീ കത്തിച്ചിട്ടുണ്ട്. ഓക്കെ, പാത്രം അടച്ചിട്ട് വേവിക്കാം. ചക്ക എരിശ്ശേരിക്ക് വേണ്ട ചക്കയെല്ലാം നന്നായിട്ട് വെന്ത ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഒരു അരപ്പും കൂടെ റെഡിയാക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അത്രയൊക്കെ മതി. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകവും, ഒരു 2 വലിയ അല്ലിയാണെങ്കിൽ 2 എണ്ണം. ഇതിപ്പോൾ ഒരു ചെറുതായതുകൊണ്ട് ഒരു 4-5 എണ്ണം എടുത്തു. ഒരു പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് എടുത്തോളൂ. ഇതെല്ലാം കൂടി ഒന്ന് എന്താ പറയുക, അവിയലിൻ്റെ പാകത്തിനൊന്ന് അരച്ചെടുക്കാം. തോരനെ കാട്ടി ഇച്ചിരി കൂടെ ഒന്ന് അരയണം. അരപ്പരച്ചത് ചേർക്കാം. ഇച്ചിരി വെള്ളം കൂടി ഈ ജാറിൽ ഒഴിച്ചിട്ട് ചേർക്കാം. അരപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഈ ചട്ടിയിലാകുമ്പോൾ ഇരിക്കും തോറും അത് ഇരുന്ന് കട്ടിയാകും. എനിക്ക് എരിശ്ശേരി കുറച്ചിങ്ങനെ ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ പുഴുക്കും എരിശ്ശേരിയും തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒരു തിള പോലെ വരട്ടെ. പച്ചച്ച് വേക്കാൻ മാറണം.
ഉപ്പൊക്കെ നോക്കാം. അത് കഴിഞ്ഞിട്ടൊരു വറവലിടണം. അതാണ് എരിശ്ശേരിയുടെ പ്രധാനം. തേങ്ങയും കൂടി ചേർത്തിട്ട് വറുത്തിടും. കടുക്, വറ്റൽമുളക്, കറിവേപ്പില, തേങ്ങയും കൂടി വറുത്തിടും. അപ്പോൾ എന്തായാലും ചക്ക എരിശ്ശേരി റെഡി. ഇനി വറുത്തിട്ടാൽ മാത്രം മതി. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഇത് നമുക്ക് തേങ്ങയും കൂടി ഉള്ളതുകൊണ്ടേ ഇച്ചിരൂടെ എണ്ണ വേണ്ടി വരും. കടുകിടാം. തീ ഓഫ് ചെയ്തിട്ട് തീ നല്ലോണം കുറയ്ക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നല്ല ചൂടായി കിടക്കും. കറിവേപ്പില ഇടുന്നു. ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് 2 വറ്റൽമുളക്. തേങ്ങ കൂടുതലിട്ടാൽ കൂടുതൽ നല്ലത്. ഉള്ളതുപോലെ ഇടാം. ഈ വറ്റൽമുളകും കൂടി മുറിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇത് നേരെ നമ്മുടെ ചക്ക എരിശ്ശേരിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കൂടി വന്നാലേ ചക്ക എരിശ്ശേരി ആവുള്ളൂ. കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയല്ലേ. വാവ്. സോ ചക്ക എരിശ്ശേരി. അങ്ങനെ ചക്ക എരിശ്ശേരി താളിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ചക്കക്കുരു കൂടി ഇട്ടാൽ കൂടുതൽ നല്ലതാണ്. ഞാനത് ഇട്ടില്ലാന്നേ ഉള്ളൂ. ചക്കക്കുരു എനിക്ക് തോന്നി പിന്നെ വേറൊരു ദിവസം വേറൊരു കറിയിൽ ചേർക്കാം. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതായി. ഫിഷ് വറുത്ത് കഴിഞ്ഞു. സ്റ്റഫ്ഡ് ഫിഷ് പൊള്ളിച്ചെടുത്ത് കഴിഞ്ഞു. ചൂരയുടെ കുട്ടി. ഇനി നമുക്കൊരു മത്തിക്കറിയും കൂടി ഉണ്ടാക്കാം. ഓക്കെ. അതിന് ബാക്കി കാര്യങ്ങളെല്ലാം അരിഞ്ഞ് ഒരു 2 മീഡിയം സൈസ് ടൊമാറ്റോയും പിന്നെ അതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കാതെ നമ്മുടെ ഒരു മത്തിക്കറി ഉണ്ടാക്കാനായിട്ട് 2 ടൊമാറ്റോ വലുതായിരുന്നു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നു. ഒരു 3 ടീസ്പൂൺ, അതായത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഒരുപാട് വേണ്ട, 2ഉം വേണമെന്നില്ല, ഒരു 1.5 ടീസ്പൂൺ ഇടാം. ഓക്കെ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം, 1/2 ടീസ്പൂൺ. ഇതാദ്യം ഒന്ന് അരച്ചിട്ട് വരാം. പേസ്റ്റായിട്ട് അരയ്ക്കാം. ഇപ്പോൾ കുറച്ച് ഇഞ്ചി അരിയുന്നു, പച്ചമുളക് അരിയുന്നു, മത്തിക്കറി ഉണ്ടാക്കാം. ഇത് മത്തി എന്ന് വെച്ചാൽ നെയ്മത്തിയല്ല, ഇത് നല്ല ചാള. ഓക്കെ. ചുവച്ചുള്ളിയും ഇപ്പോൾ ഒരു പച്ചമുളക്, ഒരു 7-8 കൊച്ചുള്ളി, ഏതാണ്ട് ഒരു 1/4 കപ്പോളം വരും, ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി, ഇത്രയും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ നല്ല ചാള, നാടൻ ചാളക്കറി. ഓക്കെ. അപ്പോൾ ടൊമാറ്റോ, മുളക്, ചില്ലി പൗഡർ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി അരച്ചത് ഇതിനകത്ത് റെഡിയാണ്. അപ്പോൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് വഴറ്റിയിട്ട്, അതായത് വെളുത്തുള്ളി ചേർക്കുന്നില്ല, ഇഞ്ചി, കൊച്ചുള്ളി, ഒരു പച്ചമുളക് ചേർത്ത് വഴറ്റി, എന്താ പറയുക, ഈ അരച്ച് വെച്ചിരിക്കുന്ന കാര്യമൊക്കെ വഴറ്റി എണ്ണ തെളിയുന്ന പോലെ ആക്കിയിട്ട് ഒരു 1-2 കുടംപുളിയും കൂടി ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1.5-2 ടേബിൾ സ്പൂൺ വരെ ആകാം കേട്ടോ. ഇതൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം, എന്നാലേ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ ഉലുവ ആദ്യം പൊട്ടട്ടെ, ചെറുതായിട്ടൊന്ന് കളർ മാറണം. ഇവയുടെ മണം വന്നു തുടങ്ങി, മൂത്ത് തുടങ്ങി. ആഹാ. ഇനി ഇതിലേക്ക് ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ ഉണ്ടത് ഇഞ്ചിയും, ഒരു പച്ചമുളകും, ഇത് നമ്മുടെ കൊച്ചുള്ളി. ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ആ ഒരു നാടൻ മണവും രുചി ഒന്നും പറയണ്ട, അത്രയ്ക്ക് നല്ലതാണ്. കുറച്ച് കറിവേപ്പില, ഇനി ഇതിലേക്ക് ഇത് അരച്ച പേസ്റ്റ് കൂടി ചേർക്കാം. ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് അതിനകത്തേക്ക് ഒഴിക്കാം. അങ്ങനെ ടൊമാറ്റോ അരപ്പ് ചേർത്ത് മസാല പേസ്റ്റ്. ഇതിന് എണ്ണ തെളിയുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എക്സ്ട്രാ കറിവേപ്പില ഇനി ഇടാം.
ഇച്ചിരി ഉപ്പും കൂടി ചേർക്കട്ടെ. മസാലയെല്ലാം പാകത്തിന് മൂത്തു, എണ്ണയൊക്കെ തെളിഞ്ഞു. ഇനി ഇതിലേക്ക് കുടംപുളി ഒരു 2 ചെറുത് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ട് ഇത് രണ്ടും ഒരു 2-2.5 3 വരെ ആകാം വെള്ളം ഒഴിക്കാം. ഓക്കെ, ഇനി വെള്ളം ഒഴിച്ചു. ഇനി ഒരു തിള വരട്ടെ. എന്നിട്ട് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിൽ കടന്ന് വേകും. അത് പുളി, ആ ടൊമാറ്റോയുടെ പുളിയുണ്ട്, നമ്മുടെ കുടംപുളിയുടെ പുളിയും വരും. അരപ്പ് നന്നായി തിളയ്ക്കുന്നു. മീനിൻ്റെ പീസസ് നല്ല ഫ്രഷ്, നോക്കി നല്ല പള തിളങ്ങുന്ന നല്ല ഫ്രഷ് ഫിഷ്. ഇത് നല്ല മത്തിയാണ്, ഇത് നെയ്ച്ചാളയല്ല. ഇനി ഇതൊന്ന് വേഗട്ടെ, ചെറിയ തീയിലേക്ക് മാറ്റാം. ഉപ്പൊക്കെ എത്ര ഉണ്ടെന്ന് നമുക്ക് അവസാനം ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു സൂപ്പർ കറി ആയിരിക്കും. മത്തി ഈസ് ഗെറ്റിംഗ് റെഡി. വാവ്, അങ്ങനെ നമ്മുടെ ഫിഷ് ടൊമാറ്റോ കറി ഈസ് റെഡി. ഓക്കെ, സൂപ്പർ. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു. വാവ്. ഇതിൽ തേങ്ങാപ്പാലൊന്നും ഒഴിക്കണ്ട, വേണമെങ്കിൽ ഒഴിക്കാം, വേണ്ടെങ്കിൽ ഒഴിക്കണ്ട. പക്ഷേ ഇത് ഒഴിക്കുന്നില്ല ഞാൻ, അങ്ങനെ തന്നെ ആ ഒരു ചുമന്ന കറിയായിട്ട് തന്നെ ഇരിക്കട്ടെ. പിന്നെ കുറച്ച് കൊഞ്ച്, 1 കിലോളം ഉണ്ട് കൊഞ്ച്. അതൊരു മസാല പോലെ ഉണ്ടാക്കാം. ഓക്കെ, കൊഞ്ച് മസാല. ആദ്യം കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ട് പുരട്ടി മാരിനേറ്റ് ചെയ്ത് ഒന്ന് വറുക്കണം. കുറച്ച് കാര്യങ്ങൾ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം, മൂന്ന് ടീസ്പൂൺ, ദാറ്റ് ഈസ് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തു. ഇച്ചിരി ഉപ്പ്, കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റും 2 ചേർക്കാം. 1 ടീസ്പൂൺ മതിയാകും. ഓക്കെ, ഗാർലിക് പേസ്റ്റായി. ഇനി ജിഞ്ചർ പേസ്റ്റും കൂടി ചേർക്കാം. ജിഞ്ചർ പേസ്റ്റ് നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ. ഓക്കെ, ഇതെല്ലാം കൂടി ഒന്ന് മാറ്റി വയ്ക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതൊന്ന് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്യാം. നമ്മുടെ മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന പ്രോൺസിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം സെറ്റായി. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് മാരിനേറ്റഡ് ആകണം, 1/2 hour അറ്റ്ലീസ്റ്റ്. ഓക്കെ, നമുക്കിത് മാറ്റി വയ്ക്കാം, ലാസ്റ്റ് ചെയ്യാം. നമ്മുടെ പ്രോൺസ് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ സവാള, 1/2 കപ്പോളം കൊച്ചുള്ളി നീളത്തിലരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും, ഇതൊരു 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടൊമാറ്റോ ഇങ്ങനെ ഹാഫ് സ്ലൈസസ് ആക്കി. ഇത്രയും റെഡി. ഇനി എണ്ണ ചൂടാക്കാം. പ്രോൺസ് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. പ്രോൺസ് വിത്ത് മസാല. ഞാനിങ്ങനെ സ്ഥലം ഉണ്ടാക്കുകയാണ്, ഭയങ്കര ഗ്യാപ്പ്. ഒറ്റ ട്രിപ്പിന് നമുക്ക് തീർക്കാം. യെസ്. ഇനി ഒരു സൈഡ് കുറച്ചൊന്ന് നോക്കുമ്പോൾ തിരിച്ചിടാം. ഓൾ ദി മസാലാസ് ഫിനിഷ്. നല്ല മണം. ഒരു സൈഡ് കുറച്ച് മുരിഞ്ഞ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് വേഗവും ചെയ്യും, ഒരിയുകയും ചെയ്യും. അപ്പോൾ ആവശ്യത്തിന് മൂത്ത് കഴിഞ്ഞു. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് വറുത്ത് വരുമ്പോൾ എത്ര കുറവ് നോക്കിയേ. പ്രോൺസിൻ്റെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ. 1/2 കിലോ ആണെങ്കിലും 1 കിലോ ആണെങ്കിലും ക്വാണ്ടിറ്റി കുറഞ്ഞു. വിലയ്ക്കൊരു കുറവില്ല, പക്ഷേ ഈസിയായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ, ഇനി ഇതേ എണ്ണയിൽ തന്നെ ബാക്കി കാര്യങ്ങൾ, ഇഞ്ചി വെളുത്തുള്ളി
എന്താ നമ്മുടെ കൊച്ചുള്ളി ഒരല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അതായത് ഇത് കൊഞ്ചിൻ്റെ രുചി ഇറങ്ങിയ മസാലയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ടേസ്റ്റ് കൂടും. അയ്യാടാ ഒരു കൊഞ്ചിനകത്തായി പോയി. പിന്നെ ബാക്കി സവാളയും കൂടി ചേർക്കാം. എല്ലാ കാര്യങ്ങളുമായി പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടും. ഉള്ളിയെല്ലാം മൂത്തു. ഒരല്പം ഉപ്പ് വേണം മസാലയ്ക്ക്. ഓക്കെ, കറിവേപ്പിലയും ഒരു പച്ചമുളകും മുറിച്ച്. ഉള്ളിയെല്ലാം പാകത്തിന് മൂത്തു. യെസ്, എല്ലാം പക്ക. ഇനി ടൊമാറ്റോയുടെ പീസസ്. ഒരു ടൊമാറ്റോ, ഒരു മീഡിയം ടൊമാറ്റോ. അപ്പോൾ ഇത് കുറച്ചൊന്ന് കുഴമ്പ് പോലെയാകും, കുറച്ച് കുഴഞ്ഞ് വരും. ടൊമാറ്റോ ഒക്കെ വെന്ത് കുഴഞ്ഞ് ഇതിനകത്തേക്ക് യോജിക്കണം. അതാണ് അതിൻ്റെ പാകം. ഇതിലേക്ക് ഒരല്പം വെള്ളം, 1/4 കപ്പ്. അന്നേരം ഇത് ടൊമാറ്റോയും കൂടി വെന്ത് എല്ലാം കൂടി ഒരു പാകമാകും. പ്രോൺ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പുടുമോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും. ഞാൻ ഷൂട്ട് ചെയ്യാണെന്ന് അറിയാം, ഇടയ്ക്ക് വരും, പിന്നെ പോവും, പിന്നെയും വരും. അങ്ങനെ ഒന്ന് വരുമോ എന്ന് പറഞ്ഞ് കുറേ നേരം എന്നെ വന്ന് വിളിച്ചോണ്ടിരിക്കുക. ഇതിലേക്ക് ഒരല്പം മുളക് പൊടിയും കൂടി നമ്മൾ ചേർക്കണം. 1 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ഇച്ചിരി ഉപ്പും കൂടി വേണ്ടി വരും. ഇതിലേക്കാണ് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസിനെ ചേർക്കാം. എൻ്റെ പൊന്നോ, എന്താ കാണുമ്പോൾ അറിയില്ലേ. സോ പ്രോൺ മസാല ഈസ് റെഡി. പിന്നെ ഇതിനകത്തേക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഗരം മസാലയും ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോ എന്തെങ്കിലും ചേർത്തു, ഇത്ര മതി. ഞാൻ തീ ഓഫ് ചെയ്തു. ദിസ് ഈസ് അവർ പ്രോൺ മസാല. ഓക്കെ, നമ്മുടെ പ്രോൺ മസാല അതേ പ്ലേറ്റിലേക്ക് തന്നെ ഞാൻ മാറ്റുകയാണേ. അത് കുറച്ച് ഓയിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് കുറച്ച് റിച്ചാണ്, നല്ല വെളിച്ചെണ്ണയിലാണ് ചെയ്തിരിക്കുന്നത്. ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ആയിട്ട് ഇതൊരു ഹോട്ടൽ സ്റ്റൈൽ പോലെ തോന്നില്ല കണ്ടിട്ട്, റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ്. ടച്ചിങ്സിനൊക്കെ ബെസ്റ്റാണ്. വേണമെങ്കിൽ ഇച്ചിരിയോടെ എരിവ് കൂട്ടണമെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി എക്സ്ട്രാ ചേർത്താൽ മതി. അപ്പത്തിനൊന്നല്ല, അപ്പം ഇടിയപ്പം അങ്ങനത്തെ കാര്യത്തിന് നല്ലതായിരിക്കും. പൊറോട്ട ഗുഡാണ്, ഗുഡ്. അങ്ങനെ വിഭവസമൃദ്ധമായൊരു ലഞ്ചാണ് ഇന്നത്തേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്ത് രസമായിരിക്കണം, കാണുമ്പോൾ തന്നെ അറിയില്ല ഇത് എത്ര ടേസ്റ്റി ആയിരിക്കും. വാവ്, ചോറെടുക്കട്ടെ. ഇതിലിപ്പോൾ കുറച്ച് ചോറ് മതി. എഗെയിൻ ഇത് ഭയങ്കര ഹെവിയാണ്. നമ്മുടെ ചക്കരിശ്ശേരിയും എല്ലാം കൂടി വരുമ്പോൾ അല്ലെങ്കിൽ ടു മച്ച്. ഇനി നമുക്ക് എന്താ വേണ്ടേ? കൊഞ്ച് എഗെയിൻ മൈ ഫേവററ്റ് ആണ്. കൊഞ്ച് മസാല, ചൂര ഫ്രൈ. ചൂര എൻ്റെ വലിയ ഫേവററ്റ് അല്ല, പക്ഷേ ഇതൊരു സൂപ്പർബായിട്ടുള്ളൊരു മസാലയിലാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത്. അത് കാരണം ഇത് കഴിക്കാം. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ പീസ് ഐറ്റം. ഓക്കെ, ദിസ് ഈസ് ഗോയിങ് ടു ബി ദ മാസ്റ്റർ പീസ്. ഒരെണ്ണമൊന്നും കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്തായാലും ഒരു ഫോട്ടോ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ അത്ര എടുക്കുന്നത്. ഇത് വാങ്ങിക്കോളൂ. മത്തിക്കറി. ആരെയും കൊതിപ്പിക്കുന്ന ഒരു ലഞ്ചാണെന്ന് ഞാൻ കഴിക്കാൻ പോകുന്നത്. എൻ്റെ ദൈവമേ, സീസണൽ ഫിഷും സീസണലായിട്ടുള്ള നമ്മുടെ ചക്കയൊക്കെ വെച്ചിട്ട് എവിടെ നിന്ന് തുടങ്ങണം? എനിക്ക് തന്നെ അറിയില്ല എവിടെ നിന്ന് തുടങ്ങണമെന്ന്. അയ്യോ, നമ്മുടെ ഈ പൊള്ളിച്ച മീനിൽ തുടങ്ങാം. ഓക്കെ, നിങ്ങൾക്ക് അറിയണം എന്ന് ആകാംക്ഷ ഉണ്ടാവില്ലേ? അതാണ് അതിൻ്റെ അരപ്പും കൂടി ചേർന്ന് വരുമ്പോൾ കഴിക്കുന്ന രീതിയാണ്. ചൂര നമുക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഈ രീതി ചെയ്താൽ മനസ്സിലാവും. വാവ്, ഒരു വാവ് ഫാക്ടറാണ്. ഇഞ്ചിയും പച്ചമുളകും
ഗാർലിക്കും തേങ്ങയും അതല്ലേ കൊച്ചുള്ളി എല്ലാം കൂടി ടു ഗുഡ്. ഇത് ചൂരയുടെ ഫ്രൈ. സാധാരണ എപ്പോഴും പറയില്ല വലിയ ചൂരയ്ക്കാണ് ടേസ്റ്റ് എന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാനും അങ്ങനെയാണ് പണ്ട് വിചാരിച്ചത്. ഇതിനൊരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട് ഈ ചൂരയ്ക്ക്. വെരി നൈസ്. നമ്മുടെ ചക്ക എരിശ്ശേരിയും മത്തി ടൊമാറ്റോ കറി. ടു ഗുഡ്. ചോറ് എന്തിനാണെന്ന് എനിക്കൊരു സംശയം. ഇച്ചിരി ചോറും കൂടെ മിക്സ് ചെയ്യാം അതിനകത്തേക്ക്. മത്തി ഇങ്ങനെ സോഫ്റ്റായിട്ട് കഴിക്കാൻ പാകത്തിന് വന്നിരിക്കുവാണ്. ഇങ്ങനെ ആക്കിയാൽ തന്നെ അത് ഇളകി വരും. ടു ഗുഡ്. ഞാനിങ്ങനെ കുറേ മീൻ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിരിക്കുവാണ് പല ദിവസങ്ങളായിട്ട്. ഇപ്പോൾ മീനിൻ്റെ ഡയറ്റാണ്. കൊഞ്ചറിയണ്ടേ, കൊഞ്ചിൻ്റെ കാര്യം. ഓക്കെ, കൊഞ്ച് മസാലയെ നമുക്ക് ആ മസാലയോട് കൂടി തന്നെ കഴിക്കാം. എന്ത് ടേസ്റ്റാ, സൂപ്പർ. സ്വയം ഉണ്ടാക്കി സ്വയം സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ. ജനുവലി നല്ലതാണ്, നല്ല റെസിപ്പീസാണ്. പ്ലീസ് ടു ട്രൈ. എല്ലാം കൂടി ഒരു ദിവസം തന്നെ ഉണ്ടാക്കണമെന്നില്ല, പല ദിവസങ്ങളായിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പീസാണ് എല്ലാം തന്നെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.